ഹായ് ഓൾ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇറ്റ്സ് മീ പ്രണവ് വിജയ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ pH വാല്യൂവിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോണത്. അത് എന്താണ് pH വാല്യൂ, അതിനെക്കുറിച്ച് ലിജോയ് തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. സോ അപ്പോൾ ലിജോയ്, എന്താണ് pH മൂല്യത്തെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. മത്സ്യം വളർത്താൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു ഘടകമാണ് pH. കുളത്തിലെ വെള്ളം ആസിഡാണോ ആൽക്കലിനാണോ എന്ന് തിരിച്ചറിയാൻ pH സൊല്യൂഷൻ, pH സ്ട്രിപ്പ്, pH മീറ്റർ ഇവ മൂന്നുമാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. pH സൊല്യൂഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് കോളിജൻസ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. ഈ കാണുന്നതാണ് pH ചാർട്ട്. ഇതിൽ 4 മുതൽ 6 വരെ ആസിഡ് കൂടിയ അളവും 8 മുതൽ 11 വരെ ആൽക്കലിൻ കൂടിയ അവസ്ഥയുമാണ്. pH 7 ആണ് ന്യൂട്രൽ ലെവൽ. pH വാല്യൂവിൽ ഉണ്ടാകുന്ന വ്യത്യാസം മത്സ്യങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ നമുക്ക് കുളത്തിലെ വെള്ളത്തിൻ്റെ pH വാല്യൂ നോക്കാം. ഇത് കുളത്തിലെ വെള്ളമാണ്. 5 മില്ലി വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ pH സൊല്യൂഷൻ ഉപയോഗിച്ച് pH എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 5 മില്ലി വെള്ളത്തിന് 5 മില്ലി സൊല്യൂഷൻ എന്നതാണ് കണക്ക്. നമുക്ക് ഗ്ലാസ്സിലേക്ക് സൊല്യൂഷൻ ഒഴിക്കാം. 1, 2, 3, 4, 5. ഓക്കെ, അപ്പോൾ നമ്മൾ 5 തുള്ളി സൊല്യൂഷൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊരു കുറഞ്ഞത് 10 സെക്കൻഡ് നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ടോ, മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും pH വാല്യൂ 7 ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ലെവലിൽ നിയന്ത്രിച്ച് പോകുന്നതാണ് മത്സ്യങ്ങളുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ഉത്തമം. ഇപ്പോൾ ന്യൂട്രൽ ലെവലാണെന്ന് കിട്ടിയിരിക്കുന്നത്. pH 7 ആണ് കിട്ടിയിരിക്കുന്നത്. ചാർട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചാർട്ട് പരിശോധിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. കണ്ടോ? ഓക്കെ, അപ്പോൾ ഇത് പൈപ്പിലുള്ളതാണ്. ഇത് കുടിവെള്ളമാണ്. ഇതിൻ്റെ pH വാല്യൂ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഈ വെള്ളത്തിൽ മത്സ്യങ്ങളുടെ ആരോഗ്യത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നതാണെന്ന് നമുക്ക് നോക്കാം. ഇത് 5 തുള്ളി കുടിവെള്ളത്തിലേക്ക് 5 തുള്ളി സൊല്യൂഷൻ ഒഴിക്കുകയാണ്. pH വാല്യൂവിലുണ്ടായ വ്യത്യാസം കണ്ടോ? ഇത് pH വാല്യൂ 4 ആണ് കാണിക്കുന്നത്. pH വാല്യൂവിൽ കുറഞ്ഞ അവസ്ഥയാണ്, അതായത് അസിഡിറ്റി കൂടുതലുള്ള അവസ്ഥ. ഇതിൽ പുളിരസം കൂടുതലായിരിക്കും. ഇത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് കുമ്മായമാണ്. ഇത് pH 4 ആണ് കാണിക്കുന്നത്. പുളിരസം കൂടുതലുള്ള അവസ്ഥയാണ്. pHയിലുണ്ടാകുന്ന വ്യത്യാസം നമുക്ക് നോക്കാം. അല്പം കുമ്മായം എടുത്ത് വെള്ളത്തിൽ ലയിപ്പിക്കാം. pHയിലുണ്ടാകുന്ന വ്യത്യാസം നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. നമുക്ക് കിട്ടിയ റിസൾട്ട് pH കൂടുതലുള്ള അവസ്ഥയാണ്. അതിൻ്റെ കാരണം കുമ്മായത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ടാണ്. അതായത് വെള്ളത്തിലെ ആൽക്കലിൻ്റെ അളവ് കൂടുതലായി. ഇത് കൺട്രോൾ ചെയ്യണമെങ്കിൽ ആലം ഉപയോഗിക്കണം. ഇതൊരു അങ്ങാടി മരുന്നാണ്. അല്പം ആലം അലിയിച്ചൊഴിച്ചാൽ നമുക്ക് pH വാല്യൂവിൽ ന്യൂട്രൽ ലെവലിൽ എത്തിക്കാൻ സഹായിക്കും. കുമ്മായം ഉപയോഗിച്ച് കുളത്തിലെ pH എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് കാണാം. ഇത് കുമ്മായമാണ്. ഇത് 10 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. ഇതിൽ 5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു പിടി കുമ്മായം എടുത്ത് വെള്ളത്തിൽ കലക്കുക. ഇതൊരു 10 മിനിറ്റ് തെളിയാൻ വയ്ക്കുക. നമ്മൾ കലക്കി വെച്ച കുമ്മായത്തിൻ്റെ തെളിവെള്ളമാണ് ഈ കാണുന്നത്. ഈ വെള്ളമാണ് നമ്മൾ കുളത്തിലേക്ക് നിക്ഷേപിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. കലക്കി വെച്ച കുമ്മായത്തിൻ്റെ തെളിവെള്ളം കുളത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ ഓൾ, വെള്ളത്തിൻ്റെ pH വാല്യൂവിനെ കുറിച്ചും pH കൺട്രോളിനെ കുറിച്ചും ലിജോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്തൊരു വിശേഷവുമായി ഞാൻ വരുന്നതായിരിക്കും. സമയപരിഗണന മൂലം വീഡിയോ അവസാനിപ്പിക്കേണ്ട നേരമായിരിക്കുകയാണ്. അപ്പോൾ ലോക്ക്ഡൗൺ ആണ്, രാജ്യം മുഴുവൻ ലോക്ക് ആയിരിക്കുന്ന സമയമാണ്. അപ്പോൾ വീഡിയോ എടുക്കേണ്ടതുമായിട്ട് ആരും പുറത്തോട്ടൊന്നും അധികം പോകാതിരിക്കുക. നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ മാക്സിമം മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുക. സോ അപ്പോൾ സൈനിങ് ഓഫ്, ബൈ.